ഹായ് ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമല്ലേ? ഞങ്ങൾക്കും സുഖമാണേ. അപ്പോൾ വീഡിയോയിലേക്ക് പോവാം. ഇന്ന് ഈ കാണുന്ന കണക്ക് തന്നെ ഒരു കാക്ടസ് വർഗ്ഗത്തിൽപ്പെട്ട ഒരു ചെടിയാണ് ഇത്. അതിൻ്റെ പേര് റിപ്സാലിസ് എന്നാണ്. അതിൻ്റെ പല വെറൈറ്റികളുണ്ട്. ഇത് ഒരു വെറൈറ്റി, എൻ്റെ ഈ ഒരു വെറൈറ്റിയും പിന്നെ വേറെ ഒരെണ്ണവും കൂടെ ഉണ്ട്. അപ്പോൾ അതെങ്ങനെയാണ് അതിൻ്റെ പ്രൊപ്പഗേഷൻ എന്നൊക്കെ നമുക്ക് നോക്കാം. അതിനകത്ത് ആദ്യമായിട്ട് നമുക്ക് അതിൻ്റെ ചട്ടി ഞാൻ ഹാങ്ങിങ് ആയിട്ടാണ് ഇടുന്നത്. അപ്പോൾ ഇത് ഹാങ്ങിങ് ആയിട്ട് കിടക്കുന്നതാണ് നല്ല ഭംഗി. അല്ലാത്ത ചട്ടിയിലും വെക്കാം, പക്ഷേ എന്നാലും ഹാങ്ങിങ് ആകുമ്പോൾ കുറച്ചുകൂടെ ഇങ്ങനെ ഹാങ് ചെയ്ത് ഇവിടെ ഇങ്ങനെ 4 സൈഡിൽ നിന്ന് ഇങ്ങനെ ഹാങ് ചെയ്ത് കിടക്കുന്നതാണ് നല്ല ഭംഗിയാണ്. അതിനകത്തൊരു ചട്ടി എടുത്തു. ചട്ടി ഇതിപ്പോൾ ഞാൻ ഇതിന് മുന്നേ വേറെ ചെടി നട്ടിരുന്ന ചട്ടിയാണേ. അത് ഒരു 5-6 വർഷം പഴക്കമുള്ള ചട്ടിയാണ്. പക്ഷേ എന്നാലും അതിന് ഒരു കുഴപ്പമില്ല. ഇത്രയും നാൾ വെയിലത്തൊക്കെ കിടന്ന ചട്ടിയാണ്. എന്നാൽ അതിൻ്റെ കളറിനൊരു ഫെയ്ഡാവുക ഒന്നും ചെയ്തിട്ടില്ല. സാധാരണ ചട്ടികൾ നമ്മൾ വില കുറഞ്ഞ ചട്ടികൾ മേടിക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഈ ഹാങ്ങിങ്ങിൻ്റെ ഈ വള്ളി ഇതുണ്ടല്ലോ തൂക്കിയിടുന്ന ആ സാധനം ഒരു 5-6 മാസം കഴിയുമ്പോൾ വെയിലൊക്കെ കൊണ്ടിട്ട് അത് ഒടിഞ്ഞു പോവും. അപ്പോൾ അങ്ങനെ നഷ്ടപ്പെട്ടു പോകും. അപ്പോൾ ഈ ചട്ടിയാണെന്നുണ്ടെങ്കിൽ എനിക്ക് അങ്ങനെ ഒരു പിന്നെ വിഷമം ഉണ്ടായിട്ടില്ല. നല്ല ചട്ടിയാണ്, ഇത്തിരി വില കൂടുതലാണെന്നേ ഉള്ളൂ. അപ്പോൾ നമുക്ക് പിന്നെ ഈ ചെടിയാണ്, അതിൻ്റെ പേരാണ് റിപ്സാലിസ്. ഇത് കാക്ടസ് വർഗ്ഗത്തിൽപ്പെട്ടതാണെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ഇതിൻ്റെ പിന്നെ പ്രൊപ്പഗേഷനൊക്കെ ഈസി ആയിട്ടുള്ള പ്രൊപ്പഗേഷനാണ്. പിന്നെ നമുക്ക് കാണാനും നല്ല ഭംഗിയുള്ള ഒരു ചെടിയാണ്. പിന്നെ കൂടുതൽ കെയറിങ്ങിൻ്റെ ഒന്നും ആവശ്യമില്ലാത്ത ഒരു ചെടിയാണ്. അപ്പോൾ അതിൻ്റെ പ്രൊപ്പഗേഷൻ എന്ന് പറഞ്ഞാൽ ഇതേമാതിരി തണ്ട് ഇങ്ങനെ വന്നിട്ട് ആ ഒരു തണ്ട് നമുക്ക് ഒടിച്ച് നമുക്ക് വേറൊരു ചെറിയ ട്രെയിലൊക്കെ നട്ട് വെച്ച് കഴിഞ്ഞാൽ വേരിറങ്ങിയിട്ട് നമുക്ക് പ്രൊപ്പഗേറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ വേര് വന്നിട്ട് നമുക്ക് അത് വെള്ളമൊക്കെ കൂടിപ്പോയാൽ മാത്രമേ ചീഞ്ഞു പോവുള്ളൂ. അല്ലെന്നുണ്ടെങ്കിൽ നന്നായിട്ട് വേരിറങ്ങിയിട്ട് നന്നായിട്ട് കിളിക്കും. ഇത് കണ്ടില്ലേ, അതേമാതിരി ഒരു കൊമ്പ് ഞാൻ കുത്തിയിട്ട് പിടിച്ചതാണേ. അതിനകത്ത് നന്നായിട്ട് വേരൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ ഇതിനിപ്പോൾ സംബന്ധിച്ചൊരു കാര്യമെന്ന് പറഞ്ഞാൽ വളർച്ച കുറച്ച് സ്ലോയിൽ വരുന്ന ഒരു ചെടിയാണ് എന്നുള്ളൊരു വിഷമം മാത്രമേ ഉള്ളൂ. അത് ഈ കാക്ടസ് വർഗ്ഗത്തിൽപ്പെട്ടതെല്ലാം അങ്ങനെ തന്നെയാണല്ലോ, പെട്ടെന്ന് വളർന്ന് വലുതാവുന്ന ടൈപ്പല്ല. അപ്പം അതിനായിട്ട് ഞാൻ പോട്ടി മിക്സ് തയ്യാറാക്കുന്നത് എന്താണെന്ന് വെച്ചാൽ കാക്ടസ് വിഭാഗത്തിൽപ്പെട്ടതായതുകൊണ്ട് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. വെള്ളം കെട്ടി നിൽക്കുന്നതൊന്നും ആവരുത്. വെള്ളം കെട്ടി നിന്ന് കഴിഞ്ഞാൽ ഇത് ചീഞ്ഞു പോവും. അപ്പോൾ അതുകൊണ്ട് അങ്ങനത്തെ ഒരു പോട്ടി മിക്സ് വേണം നമ്മൾ തയ്യാറാക്കാൻ. അതിനായിട്ട് നല്ല കമ്പോസ്റ്റ്, മേൽമണ്ണ്, മണൽ, ചകിരിച്ചോറ് ഇത് ഇത്രയും കൂടെ മിക്സ് ചെയ്ത ഒരു പോട്ടി മിക്സാണേ. എന്ന് വെച്ചാൽ നന്നായിട്ട് വെള്ളം വാർന്നു പോകുന്ന ടൈപ്പായിരിക്കണം. പിന്നെ ഇതിനകത്ത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പെർലൈറ്റോ വെർമിക്കുലേറ്റോ ഒക്കെ മിക്സ് ചെയ്യാവുന്നതാണേ. നമ്മുടെ മേൽമണ്ണ് എങ്ങനെ ഇരിക്കുമെന്ന് നോക്കിയിട്ട് വേണം. കാരണം ചില സ്ഥലങ്ങളിലുള്ള മേൽമണ്ണ് വെള്ളം നനഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ കട്ടി പിടിച്ചു പോകുന്ന മേൽമണ്ണായിരിക്കും. അപ്പോൾ അത് ഉണ്ടാവാതിരിക്കാൻ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ മേൽമണ്ണൊക്കെ ആണെന്നുണ്ടെങ്കിൽ പെർലൈറ്റോ വെർമിക്കുലേറ്റോ ഒക്കെ ഉപയോഗിക്കാവുന്നതാണ്, അതിനകത്ത് മിക്സ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ആദ്യമേ ഞാൻ എല്ലാ ഹാങ്ങിങ് പോട്ടുകളിലും അല്ലാത്ത പോട്ടുകളിലൊക്കെ ചെടി നടുമ്പോൾ ഈ കരിയില ഞാൻ ഇട്ട് കൊടുക്കാറുണ്ട്. അതെന്തിനാണെന്ന് വെച്ചാൽ 1 ചട്ടിയുടെ വെയിറ്റ് കുറയുന്നതിനും 2 കുറച്ച് കഴിയുമ്പോൾ അതൊരു വളമായിട്ട് മാറുകയും ചെയ്യും. കരിയില ഇട്ട് കൊടുത്തതിന് ശേഷം അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് പോട്ടി മിക്സ് ഇട്ട് കൊടുക്കാം. പോട്ടി മിക്സ് ഇടുന്നതിന് മുന്നേ കരിയില നമുക്ക് അന്ന് കൈകൊണ്ട് നന്നായിട്ട് ഉടച്ച് ഇട്ട് കഴിഞ്ഞാൽ ഇത് ഫ്രഷ് കരിയില ആയതുകൊണ്ട് അതേ രീതിയിൽ തന്നെ പ്ലാവിലയൊക്കെ കിടക്കുന്നത്. നമുക്കൊന്ന് കൈകൊണ്ട് തന്നെ ഒന്ന് ഞെരടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചും കൂടെ ഈസി, കാരണം കുറച്ചും കൂടെ നല്ലത്. അപ്പോൾ ഞാൻ അതിൻ്റെ മുകളിലായിട്ട് പോട്ടി മിക്സ് ഇട്ട് കൊടുത്തു. പോട്ടി മിക്സ് ഇട്ട് കൊടുത്തതിന് ശേഷം വേണം ഈ ചെടി നടാൻ. പിന്നെ ഇതിന് സൂര്യപ്രകാശം എന്ന് പറഞ്ഞാൽ നേരിട്ട് സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലത്ത്, സൂര്യപ്രകാശം അടിക്കുന്നിടത്ത് വെക്കാത്തത് നല്ലത്. പിന്നെ പക്ഷേ ഒരു ഷെയ്ഡ് വേണം താനും
പക്ഷെ നല്ല പ്രകാശം കിട്ടുകയും വേണം. അങ്ങനത്തെ ഒരു സ്ഥലത്ത് വേണം ഇത് വെക്കാൻ. പിന്നെ ഈ ചെടി പിന്നെ ഇൻഡോറായിട്ട് വെക്കുന്നവരും ഉണ്ട് കേട്ടോ. ഇൻഡോറായിട്ട് വെക്കുന്നവർ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ സൂര്യപ്രകാശം കിട്ടുന്ന ഏതെങ്കിലും ഒരു വിൻഡോയുടെ ഭാഗത്ത്, പക്ഷേ വിൻഡോയോട് ഏത് പിന്നെ ചെടി വെച്ചാലും, ഇൻഡോറായിട്ട് വെക്കുന്ന ചെടി വെച്ചാലും ഈ വിൻഡോയുടെ അടുത്ത് വെക്കുമ്പോൾ അതിൻ്റെ അടുത്തായിട്ട് വെക്കരുത്. കുറച്ച് ഒന്ന് ദൂരം വെച്ചിട്ട് വേണം, ഒരടി ദൂരത്തിലൊക്കെ വേണം മാറ്റി വെക്കാൻ. കാരണം ഈ സൂര്യപ്രകാശം അടിക്കുമ്പം അവിടെയുള്ള പിന്നെ ഗ്ലാസ്സിൽ അത് തട്ടുകയും അതിൻ്റെ ചൂടും കൂടെ ചെടിക്ക് അടിക്കും. അപ്പോൾ അത് അത്ര നല്ലതല്ല ചെടിക്ക്. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും അത് ശ്രദ്ധിക്കണം. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇൻഡോറായിട്ട് വെക്കുമ്പോൾ നമ്മൾ സ്ഥിരമായിട്ട് അത് അങ്ങനെ തന്നെ വെക്കരുത്. കുറച്ച് പ്രകാശം കിട്ടുന്ന സ്ഥലത്ത് ഒരാഴ്ചയിലോ അല്ലെങ്കിൽ ഒരു മാസത്തിലോ ഒക്കെ മാറ്റി മാറ്റി ഒന്ന് വെച്ച് കൊടുക്കണം. പുറത്തേക്ക് എടുത്ത് വെച്ച് ഒന്ന് നേരിട്ട് വെയിൽ കിട്ടുന്നിടത്ത് വെക്കരുത്. ഒരു വെയിൽ പിന്നെ ചെരിഞ്ഞ് കിട്ടുന്ന ഭാഗത്തൊക്കെ ആയിട്ട് ഒരു ദിവസമൊക്കെ വെച്ച് കൊടുത്തിട്ട് വേണം വീണ്ടും എടുത്ത് വെക്കാൻ. അപ്പോൾ ഞാനിത് കുറേ നാൾ, ഒരു 5-6 വർഷം കൊണ്ട് എൻ്റെ കയ്യിലുള്ള ചെടിയായത്. ഞാൻ ഈ ചട്ടി തന്നെ നട്ടിരുന്നു. അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഞങ്ങൾ വീടുകൾ മാറുമ്പോഴും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റി മാറ്റി ഇതിന് ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. പിന്നെ ഇതിൻ്റെ വളർച്ച അത്രയ്ക്ക് അങ്ങോട്ട് നല്ല രീതിയിൽ വന്നിട്ടില്ല. കാരണം ഇപ്പോഴാണ് ഞാൻ ആ നഴ്സറിയിൽ നിന്ന് മേടിച്ച ആ ഒരു ചുവട് കാണുന്നത്. കാരണം അതിനകത്ത് ഒരു ചുവന്ന കളറിലുള്ള ഒരു പിന്നെ പശയോടുകൂടിയ ഒരു മണ്ണാണ് ഉള്ളത്. അപ്പോൾ അതുകൊണ്ടായിരിക്കാം വേര് വളരാതെ ഇങ്ങനെ ചെടിയും ഇങ്ങനെ മാത്രം നിന്നത്. ഇല്ലെന്നുണ്ടെങ്കിൽ ഇത് നന്നായിട്ട് വളർന്നിറങ്ങുന്ന ചെടിയാണേ. അപ്പോൾ നമ്മൾ നഴ്സറിയിൽ നിന്ന് ചെടി മേടിക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണം, അതിൻ്റെ ചുവട് നോക്കിയിട്ട്. മണ്ണാണെന്നുണ്ടെങ്കിൽ അത് മണ്ണെല്ലാം മാറ്റിയിട്ട് വേണം നമ്മുടെ നല്ല പോട്ടി മിക്സിൽ വെച്ച് കൊടുക്കുക. എന്നാലേ ചെടി നല്ല കരുത്തോടു കൂടി വളരുള്ളൂ. പിന്നെ ഇപ്പോൾ ഒക്കെ ചില നഴ്സറികളിൽ നിന്നൊക്കെ കിട്ടുന്നത് പെർലൈറ്റും ഒക്കെ ചകിരിച്ചോറിലും ഒക്കെ നട്ട ചെടികളാണ്. അപ്പോൾ അതാവുമ്പോൾ നമ്മൾ മാറ്റേണ്ട ആവശ്യം വരുന്നില്ല. പിന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നതും നമ്മൾ ശ്രദ്ധിച്ചിട്ട് വേണം വെള്ളം ഒഴിച്ചിടാൻ. ഒരാഴ്ചയിൽ ഒരിക്കലൊക്കെ ഒഴിച്ചു കൊടുത്താൽ മതിയാവും. നമ്മൾ മണ്ണ് ഒന്ന് ടച്ച് ചെയ്ത് നോക്കിയതിന് ശേഷം മാത്രം വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. വരൾച്ച ഉണ്ടെങ്കിൽ മാത്രം വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. അല്ലാതെ കൂടുതൽ പിന്നെ വെള്ളം ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഈ ചെടി പിന്നെ അഴുകിപ്പോവാനും സാധ്യതയുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ പോട്ടി മിക്സ് വെച്ച് ഈ ചെടി നട്ടു. പക്ഷേ അത് പ്രസ് ചെയ്ത് കൊടുത്താലും പോട്ടി മിക്സ് നല്ല ഇളക്കമുള്ള പോട്ടി മിക്സ് ആയതുകൊണ്ട് അമർന്നിരിക്കൂല ചെടി. അപ്പോൾ അതിനായിട്ട് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തു. വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ ആ മണ്ണൊന്ന് ഇരിക്കുമ്പോൾ ചെടി ഒന്ന് പ്രസ്സായിട്ടിരിക്കും. അപ്പോൾ ചെടി വലുതായിട്ട് ഇളവൂല. നമ്മൾ നടുന്ന ചെടികൾ എപ്പോഴും അനക്കം ഉണ്ടാവരുത്. അതിൻ്റെ ചുവട് അനങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ വളർച്ചയെ ബാധിക്കും അത്. അപ്പോൾ ഞാനത് ഉറപ്പിച്ച് വെച്ചിട്ട് നമുക്ക് ഇത് എവിടെ ഹാങ് ചെയ്ത് ഇടേണ്ടതെന്ന് വെച്ചാൽ അവിടെ കൊണ്ടുവന്ന് ഹാങ് ചെയ്ത് ഇട്ടാൽ മതി. ഇതിൽ നിന്ന് തന്നെ ഒടിഞ്ഞു വന്ന ഒരു കൊമ്പാണ്. അതിനകത്ത് വേരൊക്കെ പിടിച്ചിട്ടുണ്ട്. അതും കൂടെ ഞാൻ അതിനകത്ത് നട്ടു കൊടുക്കുക. പിന്നെ വളം ഇട്ട് കൊടുക്കുന്നതും ഞാൻ ഇതിനകത്ത് കമ്പോസ്റ്റും കാര്യങ്ങളൊക്കെ ഇട്ടേക്കുന്നത് കൊണ്ട് ഇനി അടുപ്പിച്ചൊന്നും നമ്മൾ വളം ഇട്ട് കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല. പിന്നെ 2-3 മാസമൊക്കെ കഴിഞ്ഞിട്ട് വേണമെന്നുണ്ടെങ്കിൽ ലിക്വിഡായിട്ടൊക്കെ ഒഴിച്ചു കൊടുക്കാവുന്നതാണേ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഈ ചെടിയെ പറ്റി പറയാൻ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാലോ ഒന്ന് ലൈക്ക് ചെയ്യണേ, കമൻറ്റ് ചെയ്യണേ, സബ്സ്ക്രൈബും ചെയ്യണേ. ഓക്കെ, താങ്ക് യു.